PTA ചാല HSS, അതേപോലെ തന്നെ ആഡൂർ ഖത്തീബ് സൈനുൽ ആബിദ് ദാരിമി, അതേപോലെ തന്നെ സദർ മുഅല്ലിം മുഹമ്മദ് അലി മൗലവി, പ്രിയങ്കരനായ സുഹൃത്ത് മജീദ് ചിറമ്മൽ, സ്വാഗത ഭാഷണം നടത്തിയ മഹ്മൂദ് മാഷൂഖ് മഷ്ഹൂദ് ഖിറാഅത്ത് നടത്തിയ ഹാഫിദ് ഷാഹിദ്, എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് പ്രിയപ്പെട്ട സലാം സാഹിബ്, അതേപോലെ തന്നെ പ്രിയങ്കരനായ സുഹൃത്ത് നാസർ സാഹിബ്, എന്നെ ഇവിടെ ഇതിന് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ജിദ്ദ KMCCയുടെ ഒക്കെ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളായിട്ടുള്ള സലാം സാഹിബിനെ പോലെയുള്ള വ്യക്തിത്വങ്ങളെ, എല്ലാറ്റിലും ഉപരിയായി ഇവിടെ ഇന്ന് ഈ സംഗമത്തിൽ സംഗമിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഇരിക്കാൻ സ്ഥലമില്ല എന്നറിയാം. കുറേ സഹോദരിമാർ താഴത്താണ് ഇരിക്കുന്നത്. അവിടെ അതിൻ്റെ ഫെസിലിറ്റികൾ നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇവിടെ ഇതിൻ്റെ സംഘാടകർ PMRCയുടെയും പ്രിയപ്പെട്ട മഹലിൻ്റെയും സംഘാടകർ ഇവിടെ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകളാണ് എത്തിയിട്ടുള്ളത് എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഈ കോരിച്ചൊരിയുന്ന മഴയത്തും അല്ലെങ്കിൽ അങ്ങനെ ആകാശമേഘാവൃതമാകുന്ന സമയത്തും ഇങ്ങനെയൊക്കെ എത്തുക എന്നത് ദീനിനോടുള്ള, പ്രത്യേകിച്ച് നമ്മുടെ മഹലിനോടുള്ള, ഈ സംഘടനയോടുള്ള, PMRC ഒരു സംഘമാണ്. ജമാഅത്തും ജമഇയ്യത്തും രണ്ടും രണ്ടാണ്. ഒന്ന് ഓർഗനൈസേഷനാണ്, ഒന്ന് ബ്രോഡനിങ് ഓർഗനൈസേഷനാണ്. ഓർഗനൈസേഷൻ എന്നുള്ള വാക്ക് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചത് ആളുകളെ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് തന്നെ നമ്മളും അറിയാതെ ജമഇയ്യത്ത് എന്നുള്ള വാക്കുകൾ കൂടുതൽ ഉപയോഗിച്ച് തുടങ്ങി എന്ന് മുൻഗാമികളായ ഉലമാക്കൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ലതാണ് ചില കാര്യങ്ങളെ ശക്തിപ്പെടുത്താൻ. ജമിയത്തുൽ ഉലമ, ജമിയത്തു തുലബ, വിദ്യാർത്ഥി സംഘടന, ഉലമാക്കളുടെ സംഘടനകളൊക്കെ നല്ലതാണ്. പക്ഷെ ടോട്ടലി നമ്മളൊരു ഉമ്മത്താണ്. ജമാഅത്തും ജംഇയ്യത്തും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ജമാഅത്ത് ഒരു ഉമ്മത്താണ്, മൊത്തം മുസ്ലിം സമൂഹമാണ്. ആ ജമാഅത്തിനെ ഒന്നുകൂടി വിശാലമാക്കി കണ്ടാൽ എല്ലാവരും ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളാണ്. അതേത് ജാതിയായാലും ഏത് മതക്കാരായാലും. ഇപ്പോൾ മനുഷ്യരാശിയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് സത്യത്തിൽ മഹല്ലിൻ്റെ പ്രവർത്തനമുണ്ടാകേണ്ടത്. മഹല്ല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ നമുക്കൊക്കെ അറിയാം, ഇതൊരു മഹല്ല് സംഗമം കൂടിയാണ്. മഹല്ല് എന്ന് പറഞ്ഞാൽ മഹൗൽ എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത്. അല്ലെങ്കിൽ അതിൻ്റെ തത്വങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും. മഹൗൽ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം എന്നാണ് അർത്ഥം. അല്ലാതെ കെട്ടിടങ്ങളെന്നോ സ്ഥാപനങ്ങളെന്നോ അല്ല അതിൻ്റെ അർത്ഥം. പകരം അതിൻ്റെ അർത്ഥം അറ്റ്മോസ്ഫിയർ എന്നാണ്, അന്തരീക്ഷം. മഹൗൽ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം എന്നാണ് അർത്ഥം. അപ്പം നമ്മുടെ നാടിൻ്റെ അന്തരീക്ഷത്തെ സുന്ദരമാക്കുന്നതിൻ്റെ പേരാണ് മഹല്ല്. മഴ അതിൻ്റെ തിമിർത്താടലാടട്ടെ, നല്ലതാണ്. മഴ കാരുണ്യമാണ്, മഴ വല്ലാത്തൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് മഴയത്താണ് നമ്മൾ കൂടിയത് എന്നത് കാരുണ്യത്തിൻ്റെയും അതേപോലെ തന്നെ ഈ പറയുന്ന അനുഗ്രഹത്തിൻ്റെയും കൂട്ടായ്മയാണ്. അത് അതിൻ്റെ തോതിൽ നടക്കും. അതിനൊക്കെ അള്ളാഹു അതിൻ്റേതായ സംവിധാനങ്ങൾ വെച്ചിട്ടുണ്ട്. നമുക്കൊരു പ്രയാസവും ഉണ്ട് എന്ന് തോന്നരുത്, ശബ്ദം കേൾക്കുന്നില്ല എന്ന് തോന്നരുത്, ഇപ്പം മഴ വേണ്ടായിരുന്നു എന്ന് തോന്നരുത്. ലാ തസുബ്ബുദ്ദഹർ ഇന്നമാ അനദ്ദഹർ. നിങ്ങളൊരിക്കലും കാലത്തെ ചീത്ത വിളിക്കരുത്, തീർച്ചയായും ഞാൻ തന്നെയാണ് കാലമെന്ന് അള്ളാഹു പറഞ്ഞു വെച്ചിട്ടുണ്ട്. ലാ തസുബ്ബുദ്ദഹർ ഇന്നമാ അനദ്ദഹർ. കാലത്തെ നിങ്ങൾ ചീത്ത വിളിക്കരുത്, തീർച്ചയായും ഞാനാണ് കാലം. അതുകൊണ്ട് ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഏർപ്പാടുകളാണ്. മഴ അള്ളാഹുവിൻ്റെ ഒരു ഏർപ്പാടാണ്. ഈ കാറ്റ്, മഴ, ഇതുപോലെയുള്ള എല്ലാറ്റിനെയും ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയെയുമാണ്. അതുകൊണ്ട് മാലാഖമാർ അവരുടെ പണികൾ എടുത്തുകൊണ്ടേയിരിക്കും. അള്ളാഹു അവൻ്റെ തഖ്ദീറും തദ്ബീറും നടത്തിക്കൊണ്ടേയിരിക്കും.
അതിൽ നമുക്ക് ലേശം പോലും ഒരു ശങ്കയുണ്ടാകാൻ പാടില്ല. നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായി എന്ന് തോന്നാനും പാടില്ല. ഏതായിരുന്നാലും ഇവിടെ ഇന്ന് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒന്ന് മഹല്ല സംഗമമാണ്. അത് തന്നെ അതിൻ്റെ പിമ്പലം കൊടുത്തിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ PMRC എന്ന് പറയുന്ന സംഘടനയാണ്. ഈ സംഘബോധം ഇവിടെ ഒരുപാട് കാലങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് GCCയിൽ, അതും ഇവിടെ ജിദ്ദക്കാരാണ് എന്നെ വിളിച്ചതെങ്കിൽ പോലും GCC എന്ന് പറയുമ്പോൾ എല്ലാം പെടുന്നുണ്ട്. അതിൽ ഖത്തറുണ്ട്, UAE ഉണ്ട്, ബഹ്റൈനുണ്ട്, ഒമാനുണ്ട്, പല രാജ്യങ്ങളുണ്ട്, കുവൈറ്റുണ്ട്. എല്ലാവരും കൂടിയിട്ടുള്ള ഒരു സംഗമ ഭൂമികയാണ്. ഈ പ്രദേശത്ത് പല ദേശത്തും വർക്ക് ചെയ്യുന്ന പ്രവാസികളുണ്ട്. അവരാണ് ഇങ്ങനെ ഒരു സംഗമം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മഹല്ല് എന്ന് പറഞ്ഞാൽ മുകളിൽ നിൽക്കുന്നു, അതിൻ്റെ താഴെയായി ഇത്തരം സംഘടനകളും നിൽക്കുന്നു. അപ്പം അതുകൊണ്ട് ഇവിടെ മഹല്ലിൻ്റെ അനുവാദത്തോടെ മഹല്ല് സംഗമവും അതേപോലെ തന്നെ PMRCയുടെ പരിപാടിയും ഒന്നിച്ചാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അത് തന്നെ ഒരു നാടിൻ്റെ ഐക്യത്തെ വിളിച്ചോതുന്നു. ഞാൻ എൻ്റെ മഹല്ലില് കോന്നല്ലൂർ മഹല്ല് എന്നാണ് അതിനറിയപ്പെടുക. മലപ്പുറം ജില്ലയിലെ തിരുനാവായക്കടുത്ത് തിരൂർ മണ്ഡലത്തിലൊരു മഹല്ലാണ്. ആ മഹല്ലിലാണ് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളൊക്കെ ദർസോതി പഠിച്ചത് വർഷങ്ങളോളം. ആ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ ഉപ്പയുടെ സ്നേഹിതൻ കൂടിയായിരുന്നു. അവരൊക്കെ ഒന്നിച്ചുണ്ടായിരുന്ന കാലഘട്ടം. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള മഹല്ലിന് കുറുമ്പത്തൂർ എന്നാണ് പറയുക. വളരെ ബൃഹത്തായ ഒരു മഹല്ലാണ്. ആ മഹല്ലില് ഇതേപോലെ പരിപാടി വരുന്നുണ്ട്. അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. ആ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ എൻ്റെ ഭാര്യാപിതാവ് അടക്കമുണ്ട്. 75 വയസ്സായ ആൾക്കാർ മുതലും പൂർവ്വ വിദ്യാർത്ഥികളാണ് ആ മദ്രസയിൽ. ഇപ്പോൾ വലിയ തോതിൽ വലുതാക്കി പണിതു. വലിയ